ഒന്നും അറിയാത്തൊരവസ്ഥയിൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണവരാണ് നാമെല്ലാം. അന്ന് മുതൽ ഇന്ന് വരെയും നാം ഓരോരോ വിവരങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും എല്ലാം. ആ വിവരങ്ങളെല്ലാം തന്നെ സത്യമാണ്, ശരിയാണ് എന്നൊരിക്കലും പറയാനാകില്ല. നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അവയെ അറിവ് എന്ന് വിളിക്കാനാവുക. എല്ലാ വിവരങ്ങളും അറിവുകളല്ല എന്നർത്ഥം. വിവരങ്ങൾക്ക് ഇന്ന് ഒരു പഞ്ഞവുമില്ല. എവിടെ തിരിഞ്ഞാലും കുറേയേറെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ പലർക്കും സംശയമാണ്, ഇതിലേതാണ് നാം സ്വീകരിക്കേണ്ടത്, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. യഥാർത്ഥ അറിവ് നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കുന്നതും വളരെ ലളിതമാക്കുന്നതുമായിരിക്കും. അതൊരിക്കലും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്നതായിരിക്കില്ല. ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാര്യം വേറൊന്നുമല്ല. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ നിയന്താവ് എല്ലാത്തിനും കഴിവുള്ള ഒരുവനാണ് എന്നാണ് നാം വിശ്വസിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും നമ്മെ സൃഷ്ടിച്ചവന്റെ കയ്യിലാണ്. വളരെ കുറഞ്ഞ പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ്, അതിന്റെ നിയന്ത്രണം മാത്രമാണ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ ഫ്രീ വിൽ. വളരെ തുച്ഛമായ കാലത്തേക്ക് നമ്മുടെ ചില കാര്യങ്ങളുള്ള നിയന്ത്രണം, സ്വാതന്ത്ര്യം റബ്ബ് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പോലും ശരിയായ രീതിയിൽ നിർവഹിക്കാൻ നമുക്കാകുന്നുണ്ടോ? ഇല്ലല്ലോ. അതിന്റെ ഫലമായി തന്നെയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും സാമൂഹികവുമായ എല്ലാ പ്രശ്നങ്ങളും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള പരിഹാരം ഒന്നേ ഉള്ളൂ: അറിവ്. വെളിച്ചമാകുന്ന അറിവ് നേടിയെടുക്കുക എന്നത് മാത്രമാണ് അതിനുള്ള പരിഹാരം.